ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം ഏത്? അങ്ങനെ ഒരെണ്ണം പറയാൻ പറ്റുമോ? അതോ അങ്ങനെ? കാര്യം ഒരുപക്ഷെ വളരെ വിശാലമായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചതിൽ ഒരു പുസ്തകം പോലും എനിക്ക് അപ്രിയമായവയില്ല. കുട്ടിക്കാലത്ത് വായിച്ചു തുടങ്ങിയ തോമസ് ടി എമ്പാട്ടിന്റെയും വേളൂർ പി കെ രാമേന്ദ്രന്റെയും നീലകണ്ഠൻ പരമാരയുടെയും ദുർഗാപ്രസാദ് ഖേത്രിയുടെയും ഡിറ്റക്റ്റീവ് നോവലുകൾ മുതൽ ഏറ്റവും പുതുതായി വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം വരെയും എനിക്ക് ഇഷ്ടപ്പെടാത്തതായി ഒന്നുമില്ല. എല്ലാ പുസ്തകങ്ങളും ഇഷ്ടമാണ്. അതിൽ വളരെ പ്രണയം തോന്നിയ സുഭാഷിന്റെ പുസ്തകം, ടി ഡി രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് സിറ്റിക്കോരയാകട്ടെ, അല്ലെങ്കിൽ ദേവിന്റെ അയൽക്കാരാകട്ടെ, ആനന്ദിന്റെ ആൾക്കൂട്ടമാകട്ടെ, കവിതകളാകട്ടെ, മലയാളത്തിൽ എഴുതപ്പെട്ട ഒട്ടുമിക്ക കവിതാ സമാഹാരങ്ങളും ആകട്ടെ. പക്ഷെ ഒരു പുസ്തകം പറയുവാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ നിങ്ങളോട് 2 പുസ്തകങ്ങൾ പറയാനുള്ള അവസരം ചോദിക്കും. 2 പുസ്തകങ്ങൾ പറയാൻ ആവശ്യപ്പെട്ടാൽ ഞാൻ 2 പുസ്തകങ്ങൾക്ക് ഉത്തരം നൽകും. ഏതൊക്കെയാണ് ആ 2 പുസ്തകം? അത് ദയവ് ചെയ്ത് ഈ 2 പുസ്തകങ്ങളും തമ്മിൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ മുകളിൽ എന്ന് നിങ്ങൾ കരുതരുത്. ഈ 2 പുസ്തകങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് വിവാദ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകരുത്. ചോദ്യം വ്യക്തിപരമാണ്, ഉത്തരവും വ്യക്തിപരമാണ്. എനിക്ക് ഏറ്റവും പ്രിയങ്കരമെന്ന് തോന്നുന്ന 2 പുസ്തകങ്ങളെ, ഞാൻ വായിച്ചു തീർത്ത പുസ്തകക്കൂട്ടങ്ങളിൽ നിന്ന് 2 പറയാൻ പറഞ്ഞാൽ കാലാതിവൃത്തിയായ 2 പുസ്തകങ്ങളാണ് എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത്. അതിലൊരു പുസ്തകം ലോകത്തിലെ പാരിസ്ഥിതിക പ്രവർത്തനങ്ങളും പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളും ഒക്കെ ആരംഭിക്കുന്നത് 18-ാം നൂറ്റാണ്ടിലൊക്കെയാണ്, 10-ാം നൂറ്റാണ്ടിലൊക്കെയാണ്. അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ഭൂമി ഓടിപ്പോകാതിരിക്കാൻ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ആണികളാണ് പർവ്വതങ്ങൾ എന്ന്. പ്രീച്ച് വാട്ട് യു പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച്. പറയുന്നത് പ്രവർത്തിക്കൂ, പ്രവർത്തിക്കുന്നത് പറയൂ എന്ന് ലോകത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്നവരെ മുൻനിർത്തിക്കൊണ്ട് പറയട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, സ്വർഗത്തിലേക്കുള്ള നിശാപ്രയാണ വേളയിൽ ചിലരുടെ ചുണ്ടുകൾ അഗ്നിക്കത്രികകളാൽ അരിഞ്ഞിരിക്കുന്നത് കണ്ട് ജിബ്രിൽ മാലാഖയോട് അബൂ ത്വാലിബിന്റെ സാന്നിധ്യത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, എന്തുകൊണ്ടങ്ങനെ? അതിന് മറുപടി, ഇവർ പറയുന്നതൊന്നും പ്രവർത്തിക്കാത്തവരാണ്, പണ്ഡിതന്മാരാണെങ്കിലും പറയുന്നത് ജീവിതത്തിൽ പകർത്താത്തത് കൊണ്ടാണ് ആ ശിക്ഷ എന്ന്. ഉജ്ജ്വലമായ സാമൂഹ്യ ദർശനങ്ങളുള്ള, പാരിസ്ഥിതിക ദർശനങ്ങളുള്ള, മാനവിക വീക്ഷണങ്ങളുള്ള ഒരു പുസ്തകം എന്ന നിലയിൽ എൻ്റെ 2 പുസ്തകങ്ങളിൽ ഒരു പുസ്തകം ഇഖ്റാ ബിസ്മി റബീക എന്ന അവതീർണമായ പരിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥമാണ്. രണ്ടാമതൊരു പുസ്തകത്തെ പറയാൻ പറഞ്ഞാൽ അത് രണ്ടാമതായതുകൊണ്ടല്ല. 2 പുസ്തകങ്ങളിൽ 2 പറയുമ്പോൾ 2ാമത് പറയുന്നു എന്നേ ഉള്ളൂ. 1ാമത് പറയപ്പെടാം എന്നത് തന്നെയാണ്. 2ഉം എനിക്ക് തത്തുല്യമായ പ്രാധാന്യത്തോടുകൂടി ഞാൻ കാണുന്ന പുസ്തകം തന്നെയാണ്. അത് 2ാമത്തെ പുസ്തകമല്ല, തത്തുല്യമായ പ്രാധാന്യം. ആ പുസ്തകം എഴുതിയതൊരു കവിയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ചവ എന്ന് ഞാൻ കരുതുന്ന പ്രണയ കവിതകൾ എഴുതിയ ഒരു കവിയാണ്. പ്രിയപ്പെട്ട ജെന്നി എന്ന് സംബോധന ചെയ്ത പ്രണയം, ആ കടലോളം പ്രണയം ഒഴുക്കിയ ഒരു കവിയാണ്. നമ്മുടെ മക്കൾ വിശന്നുറങ്ങിപ്പോയല്ലേ, ആഹാരം കിട്ടാതെ അവർ ഉറങ്ങിപ്പോയല്ലേ, വിഷമിക്കേണ്ട, അവരുണരുമ്പോൾ നീ അവരോട് പറയണം, ഒരുപാട് കുട്ടികൾ ഒരു നേരം പോലും ആഹാരം കഴിക്കാതെ ഉറങ്ങുന്നു. അവർക്കൊരു നേരത്തെ ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വ്യവസ്ഥിതി ഈ ലോകത്തിൽ വരാനാണ് നമ്മുടെ കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് നീ അവരോട് പറയണമെന്ന് പറഞ്ഞ ആളുണ്ട്. ജർമ്മനിയിൽ ജനിച്ച് ഇംഗ്ലണ്ടിൽ ഉറങ്ങുന്ന ആ മനുഷ്യൻ, വിശക്കാത്ത മനുഷ്യരെ, സമരായ മനുഷ്യരെ സ്വപ്നം കണ്ട ആ മനുഷ്യന്റെ പേര് കാൾ മാർക്സ് എന്നാണ്. അതുകൊണ്ട് തന്നെ 2 പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങൾ. വായനയും മറ്റു വൈജ്ഞാനിക മേഖലകളും അല്ലാതെ വ്യക്തി ജീവിതത്തിലെ ഹോബികൾ എന്തൊക്കെയാണ്? വായനയെല്ലാം അതിന്റെ